നമഃശിവായ. ഗുരുപൂർണിമ സത്സംഗത്തിൽ നിന്ന് ഉദ്ധരിച്ച ഭാഗങ്ങൾ. നമ്മൾ ഗുരുവിൻ്റെ കൂടെ കഴിഞ്ഞാലും ഈശ്വരൻ്റെ കൂടെ ജീവിച്ചാലും ആയുസ് മുഴുവൻ പൂജയുമായി കഴിഞ്ഞാലും ശരി, ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും. ദുഃഖം പൂർണ്ണമായി ഒഴിവാക്കാൻ ശരീരമെടുത്ത ആർക്കും സാധ്യമല്ല. പിന്നെ സുഖദുഃഖങ്ങളോടുള്ള നമ്മുടെ മനോഭാവം, അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു, നമ്മെ അതെത്രമാത്രം സ്വാധീനിക്കുന്നു, ഇത് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് കഴിയും. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ കഥകൾ ഉദ്ധരിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ജ്ഞാനപ്പാന എഴുതാൻ പൂന്താനത്തിന് പ്രചോദനമായ സംഭവത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. വളരെ കാലം ഈശ്വരഭജനം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് കാത്തിരുന്നൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ വലിയ സദ്യ ഒരുക്കി. എന്നാൽ ആ പിറന്നാൾ ദിവസം തന്നെ കുഞ്ഞിൻ്റെ അകാല മരണ ദിവസമായി തീർന്നു. അപ്രതീക്ഷിതമായ ആ തീവ്രമായ ദുഃഖത്തെ പൂന്താനം നേരിട്ടപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണത് കാവ്യമനോഹരമായ 2 വരികളായിരുന്നു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ജ്ഞാനപ്പാന എഴുതിയത്. പരമഭക്തനായ പൂന്താനത്തിനും ദുഃഖമുണ്ടായി, പുത്രശോകമുണ്ടായി. എന്നാൽ ആ ശോകത്തിൽ നിന്ന് എത്രയോ പേരുടെ ദുഃഖത്തിന് ആശ്വാസം പകരാൻ കെൽപ്പുള്ള കാവ്യത്തിന് അദ്ദേഹം ജന്മം നൽകി. വാൽമീകിയും ഒരു പക്ഷി മരിച്ചു വീഴുന്നത് കണ്ട ദുഃഖത്തിൽ നിന്ന് രാമായണം എന്ന കാവ്യം രചിച്ചു. അനേകം തലമുറകൾക്ക് ആശ്വാസം പകരാൻ ഇന്നും ആ കാവ്യത്തിന് കഴിയുന്നു. നമഃശിവായ. ഹരി ഓം.